അജ്രക്കിൽ എപ്പോഴും ബാക്കിയാവാറുള്ള തുണി അതാണെന്ന് ചോദിച്ചാൽ അത് റെഡ് കളറാണ്. ഏതൊരു മോഡലിലായാലും ഇഷ്ടമുള്ള പിക്ചർ ഇട്ട് കൊടുക്കുമ്പോൾ അവർ അതിൽ നിന്ന് മെറൂണും ബ്ലൂവും മതി എന്ന് പറയും, ബാക്കി പീസ് വേണ്ടെന്ന് പറയും. പക്ഷേ റെഡും കൂടെ ആണ് കൂടുതൽ കാണുമ്പോൾ ഭംഗി എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ റെഡ് മാത്രം കുറച്ച് പീസുകൾ എടുത്തേക്കാനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പണി തന്നു. അങ്ങനെ കുറച്ച് റെഡ് പീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യമുള്ള മെറ്റീരിയലിൽ നിന്ന് ഞാൻ റെഡ് എടുത്തിട്ടില്ല, മെറൂണും ബ്ലൂ മാത്രമാണ് ഉള്ളത്. ഈ 3 മോഡലിലായിട്ടാണ്, 3 അല്ല 4 മോഡലുണ്ട്. മാങ്ങപ്പുള്ളിയും അതുപോലെ ഇങ്ങനെ റെഡും ഇതും അല്ലാതെ ഫുള്ള് ഒരേ കളറിലല്ലാത്ത മോഡലും ആയിട്ട് 4 മോഡലാണ് 290 ഉള്ളത്. 320 കൂട്ടത്തിൽ തന്നെ എടുത്തതാണ്. ഇത് ഷാൾ നൈറ്റിയാണ്, അത് ഈ ഒരു ഐറ്റാണുള്ളത്. ഇങ്ങനെ ബോർഡറാണ് വരിക. ഇതിൻ്റെ സെൻട്രലിലാണ് ബോർഡർ വരുന്നത്. 290 ഷാൾ നൈറ്റി ഉള്ളത്, 320 320 ഷാൾ നൈറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇതിൻ്റെ നൈറ്റി വരിക. അതിൻ്റെ ഷോളും ഇതാ ഇപ്പം 320 തുണി 250 പീസ് ഉണ്ടായിരുന്നു. ഇനി 42-41 പീസേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ എടുത്തപ്പോൾ 290 കിട്ടിയപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാൻ വിചാരിച്ചപ്പോൾ എനിക്കൊരു ഡ്രസ് കോഡും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വർക്ക് ബിസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും റെഡ് എടുത്തിട്ടില്ല, മെറൂണും ബ്ലൂ ആണുള്ളത്. അജ്രക്കിൽ പച്ച തരുമോ നീല തരുമോ എന്ന് വേറെ കളർ തരുമോ എന്നൊക്കെ ചോദിക്കുക. ഇതിൽ കോമൺ ആയിട്ട് ഈ 3 കളേഴ്സാണ് വരാറുള്ളത്. പിന്നെ സാധാ വർദ്ധമാൻ യൂണിവേഴ്സിൽ അങ്ങനെയുള്ള മെറ്റീരിയലിൽ 320 കിട്ടിയിട്ടില്ല, 290 മിക്സ് ആൻഡ് മാച്ചുകളും ഉണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് കൊടുക്കാം. മിക്സ് ആൻഡ് മാച്ചുകളൊക്കെ കുറച്ച് ആൾക്കാർക്ക് നോമ്പിലേക്ക് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. അതുപോലെ ഷാൾ നൈറ്റി മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് തരാം. പിന്നെ നമുക്ക് നമ്മളൊരു വണ്ടിക്കാരെടുത്താണ് വാങ്ങേണ്ടത്. എൻ്റെ വീട് ആണ് പലരും ചോദിക്കാറുള്ളത്. ഞാൻ മലപ്പുറം ചെമ്മാടാണ്. ഇപ്പോൾ പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചുതരാം. ഇവിടെ കൊറിയർ ആകുമ്പോൾ ചാർജ് കുറച്ച് ഓവർ ആകുന്നുണ്ട്, പോസ്റ്റ് ആകുമ്പം അത്ര ചാർജ് ആവണില്ല. ഞാൻ ഷോപ്പല്ല, വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ വന്ന് എടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണമല്ലോട്. നമുക്കുള്ള റിപ്ലൈ എന്താ വെച്ചാൽ അമ്മ അപ്പ എല്ലാവരും ഉള്ള വീടാണ്, തറവാട് വീടാണ്. അപ്പോൾ എനിക്ക് ഷോപ്പ് ഇടാനൊന്നുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഷോപ്പ് ഇടാനൊന്നും വീട്ടുകാരൊന്നും അയക്കൂല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ. പിന്നെ കൊണ്ട് കഴിയണവർക്ക് ഷോപ്പ് ഇടാൻ പറ്റണില്ല, നമുക്ക് ആവേണ്ട എന്ത് ചെയ്യാം, നമ്മൾ വീട്ടിലിരുന്നിട്ട് പറ്റുന്ന പോലെ ചെയ്യാം. ഒന്നിനും തടസ്സമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്കെ ഓരോരുത്തർ മടിയന്മാരെന്ത് പറയുകയാണ്, ഓരോരുത്തരെ മേത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ പറയണം. എനിക്ക് അതുകൊണ്ട് വയ്യ ഇതുകൊണ്ട് വയ്യ. ചിലർ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു മോഡലാണ്, ഇതുവരെ കിട്ടാത്ത, നമുക്കൊരു ലൈന് മോഡലാണ്, സിഗ്സാഗ് മോഡലാണ് ഇത് വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പുള്ളിയായിട്ട് തോന്നും. പക്ഷെ അത് ഈ ഭാഗത്തേക്കല്ല ഉള്ളത്. ഇതിങ്ങനെ നിവർത്തി കാണിച്ചു തരാം. ഇത് നല്ല ഭംഗിയുള്ളൊരു തുണിയാണ്. ഇതുവരെ അജ്രക്കിൽ ഇങ്ങനെ ഒരു മോഡൽ കിട്ടിയിട്ടില്ല. ഇത് റോയൽ അജ്രക്കിൻ്റെ പീസ് തന്നെയാണ്. നമുക്കിത് വേണമെങ്കിൽ ടോപ്പ് അടിക്കുക, ബ്ലൗസ് അടിക്കുക. അതുപോലെ ഇങ്ങനെയാണ് വരിക. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഫ്രോക്ക് നൈറ്റി അടിച്ചാലും അതുപോലെ കഫ്താൻ അടിച്ചാലൊക്കെ നല്ല പറയുന്നുണ്ട്. നമുക്ക് ഇത് വേണം റെഡ്. ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ കുറേ ബാക്കിയാവണ്ടെന്ന് വെച്ചാൽ റെഡ് എടുത്തിട്ടില്ല, ബാക്കിയുള്ള പീസുകളൊക്കെ ഉണ്ട്. എന്നാലും റെഡ് ഇല്ല എന്ന് പറയാനില്ല. റെഡ് കുറച്ച് കഴിഞ്ഞ മെറ്റീരിയലിന് ഒരു 15 പീസോളം ഇവിടെ ഉണ്ട് പല മോഡലിലായിട്ട്. പിന്നെ ഞാനത് ഫ്രോക്ക് നൈറ്റിയും പല മോഡലിലും അടിച്ചിട്ട് അത് ബാക്കിയാണ് ഇത് ബാക്കിയാണെന്ന് പറഞ്ഞോളൂടെ നമുക്കൊന്നേ പറഞ്ഞാൽ. ചില തുണികൾ എന്താണെന്ന് വെച്ചാൽ കണ്ടാൽ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ അടിച്ച് വന്നാൽ ഭയങ്കര ഭംഗിയാവും. ചിലത് അടിച്ചാൽ വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാവും. അങ്ങനെ 2 രീതിയിലുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാക്കിയുള്ള തുണികൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർ വിചാരിക്കുക ചില മോഡലിലുള്ള നൈറ്റി കാണുമ്പോൾ ഞാൻ കടയിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു മോഡൽ കിട്ടൂലല്ലോ, അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കടയിലൊന്നും കിട്ടാതെ സാധാ മോഡലിലല്ലാതെ നല്ല വെറൈറ്റി മോഡലിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുക. ഈ മോഡലിൽ പിന്നെ ഞാൻ റെഡ് എടുത്തിട്ടുണ്ട്, കാരണം ഇത് റെഡ് കുത്തുന്നൊരു റെഡല്ല, ഇതിങ്ങനെ കുറച്ച് പീസേ ഉള്ളൂ. ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞ്. ഇത് കൂടുതലും ബ്ലൗസിനാണ് പലരും ചോദിച്ചു വരാറുള്ളത്. ഒരു ബ്ലൗസ് അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ മോഡലിൽ. ഇങ്ങനെ ബ്ലൗസിന് വേണ്ടിയിട്ട് ഡ്രസ് കോഡായിട്ട് ഈ ഒരു പീസ് ഞങ്ങൾക്ക് അടിക്കാനുണ്ടായിരുന്നു, ഒരു 80 പീസ്. ഇതൊക്കെ DCMൻ്റെ റോയൽ അജ്രക്കിൻ്റെ പീസുകളാണ്. വരുമാനം ഇല്ലെങ്കിലും ജീവിച്ചു പോന്നിട്ടുണ്ട് ഞങ്ങൾ. ജായിട്ട് ഞങ്ങളെ മരുക്കളെ വൈതെറ്റിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ വിളിച്ചിരുന്നിട്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആ ഉമ്മനോട് ചോദിച്ചു, ഉമ്മ നിങ്ങളെ ഭർത്താവിന് എന്താ ജോലി? എൻ്റെ ഭർത്താവിന് കച്ചവടമാണ്, മൂപ്പര് നേരം വെളുത്താൽ പോകും. മൂപ്പര് പോകുമ്പോഴത്തേന് മൂപ്പരെ കാര്യങ്ങൾ നോക്കും, എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കും. ഞാനും ബിസിനസ്സായിട്ട് നടന്നിക്കുകയാണെങ്കിൽ എൻ്റെ മൂപ്പർക്ക് നേരത്തിന് ചായയും വെള്ളം കിട്ടൂല. ഇനി നേരത്തിന് ചായയും വെള്ളം കൊടുത്തതുകൊണ്ടാണ് എൻ്റെ മൂപ്പര് പണിക്കും ഇതിനൊക്കെ നേരെ പോയത്. ഞാൻ നേരത്തിന് വെള്ളം ചായയും കൊടുത്തതുകൊണ്ടാണ് എൻ്റെ മക്കൾ പഠിക്കാനും എല്ലാത്തിനും ഉഷാറായി. എൻ്റെ മരുക്കളെ കെട്ടാൻ
ആരോഗ്യത്തിലും ആഫിയത്തിലും എൻ്റെ മക്കൾ നിന്നത് ഞാൻ ഓലെ നോക്കിയതുകൊണ്ടാണ്. അതുപോലെ ചെയ്തോട്ടെ എൻ്റെ മരുക്കളും. എൻ്റെ മരുവൾ ഇപ്പം നിങ്ങളെ വർത്താനം കേട്ടുകാണ്ട് മെഷീൻ വാങ്ങണം, പഠിച്ചണം, ചവിട്ടാനോ ഒന്നും അറിയാത്ത ഓളിപ്പോൾ മെഷീൻ വാങ്ങണം, അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞാണ് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അതിനെപ്പറ്റി കേട്ടതാണെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു പട്ടാമ്പിന്ന് ഒരു ഉമ്മ വിളിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ദേഷ്യം പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും എൻ്റെ മരുവോൾ നിങ്ങൾക്ക് വിളിച്ചാണെങ്കിൽ നിങ്ങൾ തുണിയും ഇതും കൊടുക്കാൻ നിൽക്കണ്ട. അങ്ങനെയാണ് ആ ഒരു എന്താ പറയുക, ഒരു ദേഷ്യമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ഉമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെക്കാളും വയസ്സായിട്ടുള്ള ഒരു ഉമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ആ അമ്മാൻ്റെ കാര്യം നോക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വെച്ച് വിളമ്പി കൊടുത്തുകയാണ്. എൻ്റെ ഭർത്താവ് നാട്ടിൽ വയറിങ് പണിയെടുക്കുന്ന ഒരാളാണ്, മൂപ്പരെ പറഞ്ഞേക്കുന്നുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. ചെറുത് ഇപ്പോൾ LKG പഠിക്കുകയാണ്, ഓളെ കാര്യം നോക്കുന്നുണ്ട്. +1 പഠിക്കുന്ന ഒരു മോനുണ്ട്, ഓന് ട്യൂഷന് കാര്യങ്ങളുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കണ പൊതുപരീക്ഷ ഉള്ളൊരു മോനുണ്ട്, ഓന് പഠിക്കാനും കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഇരിക്കുന്നുണ്ട്. ഈ വീട്ടിലെ പണികളൊക്കെ ഞാൻ ഒരു മരുമോളാണ് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മക്കും അപ്പാക്കും ഞാൻ ഒരു മോളാണ്. അപ്പോൾ ഇടയ്ക്ക് ഓല കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടെ നിങ്ങളെ മരുമോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഉണ്ടാവും, പിന്നെ അതിനൊക്കെ നേരം കാലം തെറ്റും. ഇപ്പം നേരെ ഒരു ഇതിൽ പോകേണ്ടത് ഇല്ലാതാക്കണ്ട, നിങ്ങൾക്ക് മാണ്ടിയോൾക്ക് നിങ്ങൾ കൊടുത്തോളി, നിങ്ങൾ കച്ചവടം ചെയ്യണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മളെ ആളെ വിളിച്ചപ്പോൾ നിങ്ങൾ കൊടുക്കണ്ട. അമ്മ പറഞ്ഞ പോലെ തന്നെ മരുവോള പിറ്റേ ദിവസം തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ പട്ടാമ്പിന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഈ സ്ഥലമാണോ എന്താണ് പേര്, മരുവോളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാൻ ആളാണോ എന്ന് ചോദിച്ച് അമ്മ വിളിച്ച വിവരമൊന്നും ഞാൻ പറഞ്ഞതുമില്ല. ഇനി അത് മതി, ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് അത് വെച്ചെന്തെങ്കിലും ദേഷ്യം കാര്യങ്ങളും ഉണ്ടായാലും നമ്മളെ ഏൽക്കേണ്ടി വരും. എന്തായാലും ഞാൻ ചോദിച്ച വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പം സിറ്റുവേഷന് കുറച്ച് ഇതാണ്, എന്നാലും വേണ്ടില്ല, ഞാൻ അത്രക്ക് ബോധി വെച്ച് ഞാൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു അത്രക്ക് ബോധി വെച്ച് ഞാൻ ചെയ്യും എന്നുള്ള വാശി നിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശത്രുക്കളുണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ കാണാൻ വരും. എൻ്റെ അനുഭവത്തിലുണ്ട്, നമ്മളെ തൊട്ടടുത്തുള്ള ഒരാളിങ്ങനെ ചെയ്തിട്ട് ഓളമ്മായിമ്മ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഓല് പറയലോ ഇപ്പോൾ സാധനമില്ല. അതേമാതിരിയുള്ള കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ആകുമ്പോൾ നമ്മളെ കച്ചവടം അവിടെ നിൽക്കും. അപ്പോൾ വീട്ടിലുള്ളവരെ ആദ്യം അനുനയിപ്പിക്കാൻ നോക്ക്. ഉമ്മാനോട് പറയും, ഉമ്മ നിങ്ങളെ മോനെ അയക്കണില്ല, നിങ്ങൾ പറഞ്ഞാലും ഉമ്മ നിങ്ങളെ മോൻ കേൾക്കും. ഞാൻ അത്ര പൂതി വെച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു പണിക്ക് അങ്ങോട്ട് നിങ്ങൾ പറയാതെ എന്തെങ്കിലുമൊക്കെ നിന്നാൽ നിങ്ങൾ പറഞ്ഞ് നിർത്തിപ്പിച്ചോളി, ഞാൻ നിർത്തിക്കോളാം. അപ്പോൾ അത്രക്ക് പൂതി വെച്ചിട്ടാണ്. എനിക്ക് 2 ഇൻ്റെതെങ്കിലും അടിച്ചാൽ നിങ്ങളൊന്ന് മോനോട് പറയുമോ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ മോൻ കേൾക്കുന്നൊന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു. ഉമ്മമാരെന്ന് പറഞ്ഞ ഒരു മാജിക്കാണ്. നമ്മൾ സ്നേഹം കൊടുത്തുകൊണ്ട് ചെയ്താൽ ഓല് എങ്ങനായാലും നമ്മളെ കട്ടൊക്കെ നമ്മളെ കൂടെ നിൽക്കും. പക്ഷേ മാജിക്കാണെന്ന് പറഞ്ഞ പോലെ ഏറ്റവും ശക്തിയാണ് ഓൽക്ക്. കാരണം ഓൽക്ക് നമ്മളെക്കാളും അനുഭവവും വെളിച്ചവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഓല് നമ്മക്കിട്ട് പണിയാമെന്ന് വിചാരിച്ചാൽ ആര് വിചാരിച്ചാലും ഓലെ തടുക്കാനും പറ്റൂല. അപ്പോൾ ഓലെ കൂടെ നിർത്തിയിട്ട് ഒന്ന് സോപ്പിട്ടാൽ ഒന്ന് പതപ്പിച്ചാൽ തീരാത്തതൊന്നും നമ്മളമ്മമാർക്ക്, നമ്മൾ ഉമ്മ എന്നുള്ളിടത്തേക്ക് അമ്മായിമ്മ എന്നുള്ള സങ്കല്പം കൂടുതലായിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഏതായാലും ആദ്യം അമ്മായിമാനൊക്കെ ഒന്ന് സോപ്പിട്ട് സെറ്റാക്കിയിട്ട് അമ്മായിമാനും കൂട്ടിക്കാണ്ട് എനിക്ക് വിളിക്ക്. അപ്പം ഞാൻ എനിക്ക് സാധനം അയച്ചുതരാം, എനിക്ക് ഞാൻ വെട്ടിയും പഠിപ്പിച്ചു തരാം. ചോട്ടാനും ഇതിനൊന്നും അറിയാത്ത ഒരാളാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാം ഇജ്ജ് ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ. പക്ഷേ ഇജ്ജ് ആദ്യം എൻ്റെ അമ്മായിമാനെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതിന് ഇജ്ജ് വിചാരിച്ചാൽ നടക്കുന്നൊക്കെ പറഞ്ഞാൽ മരോളെ തരിപ്പ് കയറ്റി വിട്ട് ഒരു 2-3 ആഴ്ചയൊക്കെ പിന്നെ വിവരമൊന്നും ഇല്ല. ഇനി മരോള അത് ഉപേക്ഷിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞതിൻ്റെ ചെമ്മയും മോളും കൂടി വിളിച്ച് ഞാൻ തന്നെ സാധനം അയച്ചു കൊടുക്കുകയും ചെയ്ത്. നമ്മളമ്മമാരും ഉപ്പമാരും എന്തായാലും നമ്മളെ ജനറേഷനിക്ക് ഇറങ്ങി വരില്ല. ഓലക്കുള്ള കാലം കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, എന്ത് കാര്യത്തിനായാലും ഓല കൂട്ടി നിർത്തിയിട്ട് നമ്മൾ ശ്രമിച്ച് നോക്കുക. അതിനൊന്നും ചെയ്യാത്തവരുണ്ടാവും, അപ്പോൾ കുറുക്ക് വഴി നോക്കുക എന്നല്ലാതെ പരമാവധി ശ്രമിച്ച് നോക്കുക. പോലും കൂടെ നമ്മളെ കൂട്ടത്തിൽ നിന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടി സ്പീഡായിട്ട് സന്തോഷമായിട്ട് ചെയ്യുക. അപ്പോൾ അതിലൊന്നും കൂടി റാഹത്തും ബർക്കത്തും കൂടും. ബിസിനസ് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, ബാക്കി കാര്യം ഒന്ന് വെച്ചിട്ട് ഉമ്മയും ബാപ്പയും ഓല് സന്തോഷിക്കട്ടെ, ഓലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റി വെക്കും.